ലോക ചരിത്രത്തിൽ ഒട്ടേറെ രാജ്യങ്ങളും രാജാക്കന്മാരുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ആധുനിക ചരിത്രകാലത്ത് ഒരൊറ്റ മനുഷ്യനിൽ അത്രമാത്രം ശക്തി നിറഞ്ഞു നിന്നിരുന്ന ഒരു പ്രൗഢഗംഭീരമായ ജീവിതത്തിൻ്റെ പേരാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട് എന്നത്. ലോകം കണ്ട ഏറ്റവും മികച്ച മിലിറ്ററി ജീനിയസുകളിൽ ഒരാൾ. വെറും 4 വർഷങ്ങൾ കൊണ്ട് സാധാരണമായ ഒരു ജീവിതത്തിൽ നിന്ന് ഫ്രാൻസിൻ്റെ തന്നെ നാഥനായി മാറിയ കഥ. ആധുനിക കാലത്ത് ഒരുപക്ഷേ ഏറ്റവും കൂടുതൽ തേടലുകൾ നടത്തപ്പെട്ട ജീവിതവും നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ തന്നെയായിരിക്കും. അപ്രകാരം ഈ ഭാഗത്തിലൂടെ നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ ജീവിതത്തെ വിശദമായി തന്നെ പരിചയപ്പെടുത്തുകയാണ്. 1799 മുതൽ 1815 വരെയുള്ള നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ ജീവിതത്തിലെ നിർണായക കാലം ഒരു മനുഷ്യൻ്റെ ചരിത്രം മാത്രമായിട്ടല്ല ലോകത്ത് നിലനിൽക്കുന്നത്. പകരം അത് ഫ്രാൻസിൻ്റെ, യൂറോപ്പിൻ്റെ, എന്തിനേറെ ഒരു പരിധിവരെ നോൺ യൂറോപ്യൻ മേഖലകളുടെയും നിർണായകമായ ചരിത്ര കാലഘട്ടം തന്നെയാണ്. നേരിട്ടോ അല്ലാതെയോ പോലും ആ കാലം വരെയും യൂറോപ്പ് എന്നത് ഒരൊറ്റ മനുഷ്യൻ കാരണം അത്രമാത്രം സ്വാധീനം സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല എന്നതും ചരിത്ര സത്യമാണ്. അതുകൊണ്ടും തന്നെ നെപ്പോളിയൻ എന്ന മനുഷ്യൻ്റെ ജീവിതം ഏത് കാലത്തും ഈ ലോകത്ത് അത്രമേൽ ശക്തിയോടെ തന്നെ നിലനിൽക്കും. ആ മനുഷ്യൻ്റെ കഥയിലേക്ക് കടക്കാം. മെഡിറ്ററേനിയൻ കടലിൻ്റെ ഉത്തര പടിഞ്ഞാറ് ഭാഗത്തെ പാറക്കല്ലുകളാൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ദ്വീപാണ് കോർസിക എന്നത്. ആ മേഖല 1768 കാലത്ത് ഫ്രാൻസിൻ്റെ കൈകളിലേക്ക് എത്തപ്പെട്ടു. സ്വാഭാവികമായും ഇതിനെ എതിർത്തു നിന്നിരുന്ന കോർസിക്കൻ ജനത വലിയ തോതിൽ തന്നെ ഫ്രാൻസിനെതിരെ പോരടിച്ചു. അത്തരത്തിലുള്ള ഒരു കലുഷിതമായ അന്തരീക്ഷത്തിലാണ് 1769 ഓഗസ്റ്റ് 15 കാർലോ ബോണപ്പാർട്ട്, മരിയ ലെറ്റീഷ്യ മെറാളിനോ ദമ്പതികളുടെ മകനായി നെപ്പോളിയൻ ബോണപ്പാർട്ട് ജനിക്കുന്നത്. സത്യത്തിൽ ഇറ്റലിക്കാരായ നെപ്പോളിയൻ്റെ കുടുംബം കോർസിക്കൻ ജീവിതത്തിലേക്കും തുടർന്ന് ഫ്രാൻസിൻ്റെ സ്വാധീനത്തിൽ ഫ്രാൻസിനെ അംഗീകരിക്കുകയും ചെയ്തവരാണ്. നെപ്പോളിയൻ്റെ ചെറുപ്പകാലത്തെ പറ്റിപ്പോലും ഒട്ടേറെ കഥകൾ നമുക്ക് കണ്ടെത്താനാവും. ഒരുപക്ഷെ അതിൽ പലതും പിൽക്കാലത്ത് എഴുതി ചേർത്തതുമൊക്കെ ആവാം. ചെറുപ്പത്തിൽ തന്നെ സൈനികരുടെ പരേഡും അഭ്യാസ പ്രകടനങ്ങളുമൊക്കെ നോക്കി നിന്നിരുന്ന ഒരു ബാലനായും ഏത് മനുഷ്യരുമായും കൂട്ടുകൂടുന്ന അവരുടെയൊക്കെ കഥകൾ കേൾക്കുന്ന ഒരു ബാലനായുമൊക്കെ നെപ്പോളിയനെ അവതരിപ്പിക്കുന്നുണ്ട്. ഏതായാലും നെപ്പോളിയനെയും സഹോദരനെയും നല്ല രീതിയിൽ പഠിപ്പിക്കാൻ ബുദ്ധിമുട്ട് മുന്നിൽ കണ്ട കാർലോയ്ക്ക് സഹായകമായത് കോർസിക്കയിലെ ആദ്യത്തെ ഫ്രഞ്ച് ഗവർണറുടെ ഇടപെടലുകളാണ്. അദ്ദേഹത്തിൻ്റെ സഹായത്തോടെ ഫ്രാൻസിൽ പഠിക്കാനുള്ള അവസരം നെപ്പോളിയന് ലഭിക്കുകയുണ്ടായി. അങ്ങനെ 9 വയസ്സ് മാത്രമുള്ള നെപ്പോളിയൻ ഫ്രാൻസിലെ ബ്രയൻ എന്ന ദേശത്തെ മിലിറ്ററി സ്കൂളിൽ വിദ്യാഭ്യാസത്തിനായി എത്തുകയുണ്ടായി. എന്നാൽ തൻ്റെ പേര് കൊണ്ടും കോർസിക്കൻ ദേശക്കാരനായതുകൊണ്ടും കോർസിക്കൻ ഭാഷാ രീതി ആയതുകൊണ്ടുമൊക്കെ സത്യത്തിൽ ആദ്യകാലങ്ങളിൽ നെപ്പോളിയൻ ഇവിടെ ഒറ്റപ്പെടുകയാണ് ഉണ്ടായത്. ഒപ്പം നെപ്പോളിയൻ വലിയ തോതിൽ കളിയാക്കലുകളും ഏറ്റുവാങ്ങേണ്ടി വന്നു. താൻ അവരത്രയും മികച്ചവനല്ല എന്നൊരു തോന്നലും നെപ്പോളിയന് ഉണ്ടായിരുന്നു. എന്നാൽ പതിയെ നെപ്പോളിയന് തൻ്റെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കുകയും താൻ ഒട്ടും മോശക്കാരനല്ല എന്നൊരു സ്വയം ബോധ്യം സൃഷ്ടിക്കപ്പെട്ടതോടുകൂടി കൂട്ടുകാർക്കിടയിലെ ഒറ്റപ്പെടലിനെ നെപ്പോളിയൻ തന്നെ മാറ്റിയെടുക്കുകയുണ്ടായി. 1776 സ്ഥാപിതമായ ബ്രയൻ മിലിറ്ററി സ്കൂളിൽ ലാറ്റിൻ, ഫ്രഞ്ച്, ജർമ്മൻ ഒപ്പം ചരിത്രം, സാഹിത്യം, ഭൂമിശാസ്ത്രം, ഗണിതം തുടങ്ങി സകല മേഖലകളും ചേർത്തുകൊണ്ടുള്ള പഠനരീതിയായിരുന്നു ഉണ്ടായിരുന്നത്. ഗണിതശാസ്ത്രത്തിൽ നെപ്പോളിയൻ അതീവ സമർത്ഥനായിരുന്നു എന്ന് ചരിത്രം പറയുന്നുണ്ട്. ഏതായാലും 1784 ബ്രയനിൽ നിന്നും പഠിച്ചിറങ്ങിയ നെപ്പോളിയൻ അതിനപ്പുറം പാരീസിലെ ഇക്കോൾ മിലിറ്ററി സ്കൂളിൽ ചേരുകയും 1785 അവസാനത്തെ എക്സാം 42ാം സ്ഥാനക്കാരനായി വിജയിക്കുകയും ചെയ്തു. അധികം താമസിയാതെ തന്നെ ആർട്ടിലറി റെജിമെൻറ്റിൽ നിന്ന് ഓഫർ ലെറ്ററും നെപ്പോളിയനെ തേടിയെത്തി. അങ്ങനെ 1785 അതായത് നെപ്പോളിയന് വെറും 16 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ അദ്ദേഹം ഫ്രഞ്ച് സൈന്യത്തിലെ പീരങ്കിപ്പടയിൽ സബ് ലെഫ്റ്റനൻ്റായി ഉദ്യോഗത്തിൽ പ്രവേശിക്കുകയുണ്ടായി. എന്നാൽ ഇതേ സമയം തന്നെ ഫ്രാൻസിൽ വലിയൊരു മാറ്റത്തിന് കൂടി തുടക്കം കുറിക്കുന്നുണ്ടായിരുന്നു. അതാണ് ഫ്രഞ്ച് വിപ്ലവം. 1700കളിൽ യൂറോപ്പിലെ ഏറ്റവും അഡ്വാൻസ്ഡ് രാജ്യമായൊക്കെ കണക്കാക്കിയിരുന്ന ഫ്രാൻസിൽ സ്വേച്ഛാധിപത്യ രാജവാഴ്ചയ്ക്കും ഫ്യൂഡലിസത്തിനുമെതിരായി ഉയർന്നു വന്ന ഫ്രഞ്ച് ജനതയുടെ പ്രക്ഷോഭമാണ് ഫ്രഞ്ച് വിപ്ലവം എന്ന് പൊതുവെ അറിയപ്പെടുന്നത്. ഫ്രാൻസിലെ ജനത ആ കാലത്ത് പ്രധാനമായും 3 സോഷ്യൽ ക്ലാസസ് അല്ലെങ്കിൽ എസ്റ്റേറ്റുകളായി വിഭജിക്കപ്പെട്ടിരുന്നു. അതിൽ 2 വിഭാഗങ്ങൾ പ്രിവിലേജ്ഡ് വിഭാഗത്തിൽപ്പെടുത്താവുന്ന പ്രഭുക്കന്മാരും വൈദിക ഗണവുമൊക്കെ നിറഞ്ഞു നിന്നതായിരുന്നു. ഇവർക്കാണെങ്കിൽ നികുതിയൊന്നും കൊടുക്കേണ്ടിയിരുന്നുമില്ല. എന്നാൽ യാതൊരു അവകാശങ്ങളുമില്ലാതെ
ഇടത്തട്ടുകാരും കർഷകരും അടങ്ങുന്ന സാധാരണ ജനങ്ങളായിരുന്നു മൂന്നാമത്തെ എസ്റ്റേറ്റ്. 98% വരുന്ന ഈ വിഭാഗമാണ് യാതൊരു പ്രിവിലേജുകളും ഇല്ലാതിരുന്നിട്ടും കൂടി എല്ലാത്തരം നികുതിയും അടക്കേണ്ടിയിരുന്നത്. അതിൽ തന്നെ മൂന്നാം എസ്റ്റേറ്റിലെ 80% പേരും കർഷകരുമായിരുന്നു. ഈ കർഷകർ മരിച്ചിരുന്നത് പട്ടിണി മൂലമാണെന്ന തരത്തിൽ ചൊല്ലുകൾ പോലും ആ കാലത്ത് ഫ്രാൻസിൽ നിറഞ്ഞു നിന്നിരുന്നു. ചുരുക്കിയാൽ അടിച്ചമർത്തപ്പെട്ട് കിടന്നിരുന്ന സാധാരണ ജനവിഭാഗം എല്ലാ തരത്തിലും കൊടും ദുരിതം നേരിട്ടതോടെ തുല്യത, സ്വാതന്ത്ര്യം, ജനാധിപത്യം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രതിഷേധം ആരംഭിച്ചു തുടങ്ങി. അമേരിക്കൻ വിപ്ലവത്തിൻ്റെ വിജയവും തത്വചിന്തകരുടെ ഉത്തേജനവുമൊക്കെ ഇതിൽ വലിയ ഘടകങ്ങളായി മാറി. വോൾട്ടയറിൻ്റെയും റൂസോവിൻ്റെയും ഒക്കെ ചിന്തകൾ അതിലെടുത്തു പറയേണ്ടതാണ്. മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നുവെന്നും എന്നാൽ എവിടെയും അവൻ ചങ്ങലയിലാണ് ജീവിക്കുന്നത് എന്നതുമാണ് റൂസോവിൻ്റെ പ്രസിദ്ധമായ വാചകം. ഏതായാലും ദുരിതം അങ്ങേയറ്റം നേരിട്ട ഒരു ജനത ഇത്തരത്തിലുള്ള ഒരു പരിഷ്കരണത്തിനും വിപ്ലവത്തിനും വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു എന്ന് പറയാവുന്നതാണ്. ഭരണാധികാരിയായിരുന്ന ലൂയി 16 ചില പരിഷ്കാരങ്ങൾക്കൊക്കെ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹം ശക്തിയില്ലാത്ത ഒരു ഭരണാധികാരിയായിരുന്നത് കൊണ്ട് തന്നെ ഇടപെടലുകളും അതുപോലെ തന്നെ ശക്തിയില്ലാതായി. ഇതിനെ മറ്റൊരു അർത്ഥത്തിൽ കൂടി കാണാവുന്നതാണ്. സ്വേച്ഛാധിപത്യ രാജവാഴ്ചയും കർഷകരുടെ അടിച്ചമർത്തലുമൊക്കെ യൂറോപ്പിലെങ്ങും ആ കാലത്തുണ്ടായിരുന്നെങ്കിലും ഈ ഒരു സ്വേച്ഛാധിപത്യ രീതി മറ്റുള്ള മേഖലകളേക്കാൾ ദുർബലം ഫ്രാൻസിലായിരുന്നു എന്നതും വിപ്ലവം നടക്കാൻ ഒരു കാരണമായി പറയാറുണ്ട്. അതിൻ്റെ ഭാഗമായാണ് 1789 3 വിഭാഗങ്ങളിലെയും ജനങ്ങൾ ഉൾക്കൊള്ളുന്ന എസ്റ്റേറ്റ്സ് ജനറലൊക്കെ വിളിച്ചു ചേർക്കുന്നത്. 175 വർഷത്തിനിടയിൽ ആദ്യത്തെ മീറ്റിംഗ് ആയിരുന്നു അത് എന്ന് പറയുമ്പോഴാണ് അതിൻ്റെ പ്രാധാന്യമൊക്കെ നമുക്ക് മനസ്സിലാവുക. ഏതായാലും ഇവിടെ തുടങ്ങിയ തുല്യത ആശയങ്ങൾ വികസിക്കുകയും രക്തച്ചൊരിച്ചിൽ തന്നെ ഉണ്ടാവുന്ന നിലയിലേക്ക് ഫ്രഞ്ച് വിപ്ലവത്തെ ആളിക്കത്തിക്കുകയുണ്ടായി. അങ്ങനെയാണ് അടിച്ചമർത്തപ്പെട്ടിരുന്ന തേർഡ് എസ്റ്റേറ്റ് നാഷണൽ അസംബ്ലി എന്ന് പ്രഖ്യാപിച്ച് സ്വയം നിയമങ്ങളും മറ്റും സൃഷ്ടിക്കാനൊക്കെ ആരംഭിക്കുന്നത്. ഫ്രഞ്ച് വിപ്ലവത്തെപ്പറ്റി ഒട്ടേറെ പറയാനുള്ളത് കൊണ്ട് തന്നെ അത് മറ്റൊരു ഭാഗത്തിലാക്കാം. ഏതായാലും ഈ ഒരു വിപ്ലവാശയം ഫ്രാൻസിൽ കത്തിക്കയറുകയും അതിനെ തുടർന്ന് 1792 ദേശീയ കൺവെൻഷൻ എന്നറിയപ്പെടുന്ന ഒരു പുതിയ നിയമനിർമ്മാണ സഭയൊക്കെ സമ്മേളിക്കുകയും ഫ്രാൻസിനെ ഔപചാരികമായി ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുകയും ഒക്കെ ഉണ്ടായി. അങ്ങനെ ഫ്രാൻസിൽ പുതിയൊരു യുഗത്തിന് തന്നെ തുടക്കം കുറിച്ചു എന്ന് പറയാം. എന്നാൽ ഈ സമയങ്ങളിലൊക്കെ അവധിയെടുത്ത് പലപ്പോഴും നെപ്പോളിയൻ കോർസിക്കയിലൊക്കെ ആയിരുന്നു. ഫ്രാൻസിലെ പ്രശ്നങ്ങളെ ഉപയോഗപ്പെടുത്തി കോർസിക്കൻ സ്വാതന്ത്ര്യം നെപ്പോളിയൻ ലക്ഷ്യമിട്ടിരുന്നതായി പൊതുവെ പറയുന്നുണ്ട്. എങ്കിലും സൈനിക ഉദ്യോഗസ്ഥനായിരുന്നത് കൊണ്ട് തന്നെ പരസ്യമായ നീക്കങ്ങളൊന്നും നെപ്പോളിയൻ നടത്തിയിരുന്നതുമില്ല. ഏതായാലും ഫ്രഞ്ച് വിപ്ലവത്തെ തുടർന്ന് ഫ്രാൻസിലെങ്ങും 2 വിഭാഗങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. രാജവാഴ്ചയെ അനുകൂലിക്കുന്നവരും വിപ്ലവത്തെ അനുകൂലിക്കുന്നവരും. സ്വാഭാവികമായും ഫ്രഞ്ച് സൈന്യത്തിലുമൊക്കെ ഇത് പ്രകടമാവും. സൈന്യത്തിൽ ഈ കാലത്ത് വലിയ തോതിൽ തന്നെ അങ്ങനെ കൊഴിഞ്ഞുപോക്കൊക്കെ ഉണ്ടാവുകയുണ്ടായി. അതിനാൽ നെപ്പോളിയൻ അവധിയെടുത്തു, എന്ത് ചെയ്തു, എവിടെയായിരുന്നു എന്നതിന് പകരം നെപ്പോളിയൻ തിരിച്ചെത്തിയപ്പോൾ നെപ്പോളിയനെ കാത്തിരുന്നത് പ്രൊമോഷനായിരുന്നു. 1791 ജൂലൈ 1 നെപ്പോളിയൻ ഫസ്റ്റ് ലഫ്റ്റനൻ്റായി മാറുകയുണ്ടായി. ഇതിനു മുന്നേ തന്നെ നെപ്പോളിയൻ എന്ന സൈനിക ഉദ്യോഗസ്ഥൻ്റെ നായക കഴിവുകൾ പ്രകടമായിരുന്നു. 1789 മാർച്ചിൽ സറേ മേഖലയിൽ ഒരു അസ്വസ്ഥത പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അതിനെ നിയന്ത്രിക്കാൻ നെപ്പോളിയനെയാണ് ചുമതലപ്പെടുത്തിയത്. 20 വയസ്സ് മാത്രം പ്രായമുള്ള നെപ്പോളിയൻ അവിടെ എത്തുകയും തനിക്ക് നിങ്ങൾക്ക് നേരെ വെടിവെക്കാനാണ് നിർദ്ദേശമുള്ളതെന്നും നിങ്ങൾ പിരിഞ്ഞുപോയില്ലെങ്കിൽ കൊല്ലപ്പെടുമെന്നുമുള്ള ഗംഭീരമായൊരു മുന്നറിയിപ്പ് അദ്ദേഹം നൽകുകയുണ്ടായി. അതിനെ തുടർന്ന് വെടിവെപ്പൊന്നുമില്ലാതെ തന്നെ ജനങ്ങളന്ന് പിരിഞ്ഞു പോവുകയും ചെയ്തു. ഏതായാലും 1789 വിപ്ലവം ഫ്രാൻസിൽ പടർന്നു പിടിച്ചു. അതിൻ്റെ ഭീകരത പലപ്പോഴും നെപ്പോളിയൻ നേരിട്ട് കാണേണ്ടിയും വന്നു. ആ കാലത്ത് പുസ്തകങ്ങളാണ് തന്നെ രക്ഷിച്ചത് എന്ന് നെപ്പോളിയൻ തന്നെ പറഞ്ഞിട്ടുമുണ്ട്. ഈ സമയങ്ങളിലൊക്കെ തന്നെയും നെപ്പോളിയൻ കോർസിക്കൻ സ്വാതന്ത്ര്യത്തിനായും പ്രവർത്തിക്കുകയുണ്ടായി. എന്നാൽ കോർസിക്കയിൽ താൻ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടക്കാതായതോടെ നെപ്പോളിയൻ ഫ്രാൻസിൻ്റെ ലക്ഷ്യങ്ങൾക്കായി തന്നെ പ്രവർത്തിക്കാൻ തീരുമാനിക്കുകയാണ് ഉണ്ടായത്. ഈ കാലം 1792 റിപ്പബ്ലിക്കായി തീർന്ന ഫ്രാൻസ് രാജാവായിരുന്ന ലൂയി 16 വധിക്കുകയും ചെയ്തു. ഇത് യൂറോപ്പിലാകമാനം ഒരു വലിയ ചോദ്യചിഹ്നമായി മാറി. പ്രഭുക്കന്മാരും ഭരണമേഖലകളുമൊക്കെ ഈ വിപ്ലവം തങ്ങളുടെ മേഖലകളിലേക്കും പടർന്നെത്തുമോ എന്ന ആശങ്കയിലേക്കും ചെന്നെത്തപ്പെട്ടു. ഏതായാലും ഫ്രാൻസിലെ വിപ്ലവം ഫ്രാൻസിൽ തന്നെ എല്ലാ മേഖലകളിലേക്കും എത്തിയിരുന്നില്ല, പ്രത്യേകിച്ച് ദക്ഷിണ മേഖലകളിൽ. അതിലൊരു ഭാഗമായിരുന്നു ടുളോൺ എന്ന മേഖല. ഇവിടെ രാജഭക്തർ
വിപ്ലവത്തിനെതിരെ പ്രതികരിക്കുകയും ഇവിടെയുള്ള നിർണായക തുറമുഖ മേഖലയൊക്കെ പിടിച്ചെടുക്കുകയും ചെയ്തു. ഇതറിഞ്ഞ ബ്രിട്ടനാകട്ടെ അഡ്മിറൽ ഹുഡിൻ്റെ നേതൃത്വത്തിൽ രാജഭക്തർക്ക് സഹായമേകാനായി ഒരു കപ്പൽ പടയെ തന്നെ അങ്ങോട്ട് അയക്കുകയും ചെയ്തു. ഇതുകൂടാതെ സ്പാനിഷ് കപ്പലുകളുമൊക്കെ ഇവിടേക്ക് വന്നു ചേരുകയുണ്ടായി. ഫ്രഞ്ച് ഉദ്യോഗസ്ഥരിൽ തന്നെ രാജഭക്തർ ഉണ്ടായിരുന്നതുകൊണ്ട് വലിയ പ്രതിരോധമൊന്നും ഈ സമയം സൃഷ്ടിക്കപ്പെട്ടതുമില്ല. അതോടെ ടുളോൺ തിരിച്ചു പിടിക്കേണ്ടത് ഫ്രഞ്ച് റിപ്പബ്ലിക്കിൻ്റെ നിർണായകമായ ആവശ്യമായി കൂടി മാറി. അങ്ങനെ ഫ്രാൻസിലെ പ്രധാന തുറമുഖമായ ടുളോൺ തിരിച്ചു പിടിക്കാൻ ജനറൽ കാർത്തൂയുടെ നേതൃത്വത്തിൽ ഒരു പട പുറപ്പെട്ടു. ഇവിടെ പീരങ്കിപ്പടയുടെ ചുമതലയുമായി നെപ്പോളിയനും ഉണ്ടായിരുന്നു. എന്നാൽ ഈ മേഖലകളിലേക്ക് എത്തിയ കാർത്തൂ കീഴടക്കാനാവുമോ എന്ന ഭയത്താൽ മുന്നേറാതെ ഇരിക്കുകയാണ് ഉണ്ടായത്. ഈ സമയം നെപ്പോളിയൻ പീരങ്കിപ്പടയ്ക്ക് വ്യക്തമായ ഇടങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്നു. സെപ്റ്റംബർ 29 അദ്ദേഹത്തിന് ബറ്റാലിയൻ കമാൻഡറായി സ്ഥാനക്കയറ്റവും ലഭിക്കുകയുണ്ടായി. ഏതായാലും നവംബർ 16 കാർത്തൂയ്ക്ക് പകരം ജനറൽ ഡ്യുഗോമിയർ ഈ മേഖലയുടെ സ്ഥാനം ഏറ്റെടുത്തതോടെ പോരാട്ടം കടുത്തു. ഏതായാലും സൈനികർക്കൊപ്പം നിന്നു പൊരുതിയ നെപ്പോളിയൻ ഉയർന്ന ഉദ്യോഗസ്ഥരുടെ അഭിനന്ദനങ്ങൾക്ക് പാത്രമായി. ഒപ്പം ഡിസംബർ 17 ടുളോൺ മേഖലയൊക്കെ പിടിച്ചെടുക്കുകയും ബ്രിട്ടീഷ് സ്പാനിഷ് കപ്പലുകൾക്കൊക്കെ ഈ മേഖലകളിൽ നിന്ന് പിന്തിരിയേണ്ടി വരികയും ചെയ്തു. അതോടെ 1793 ഡിസംബർ 22 തന്നെ നെപ്പോളിയനെ പീരങ്കിപ്പടയുടെ ബ്രിഗേഡിയർ ജനറലായും സ്ഥാനക്കയറ്റം നൽകി ആദരിക്കുകയുണ്ടായി. എന്നാൽ മറുവശത്ത് ഫ്രാൻസ് തീരെ ശാന്തമായിരുന്നതുമില്ല. വലിയ പ്രതീക്ഷകളോടെ വന്ന ദേശീയ കൺവെൻഷനൊക്കെ റദ്ദു ചെയ്യപ്പെട്ടു. ചുറ്റുമുള്ള ശക്തികൾ ഫ്രാൻസിനെ തകർക്കാൻ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. ആഭ്യന്തരവും വൈദേശികവുമായി ഫ്രഞ്ച് റിപ്പബ്ലിക് അഭിമുഖീകരിച്ച പ്രശ്നങ്ങളെ നേരിടാൻ പല വഴികളും ഈ രാജ്യം നോക്കുകയുമുണ്ടായി. ഒടുവിൽ 1795 കാലത്ത് കൺവെൻഷൻ എന്നുപേരായ പുതിയൊരു ഭരണഘടന അനുസരിച്ച് 5 അംഗങ്ങളുടെ ഡയറക്ടറി എന്നറിയപ്പെടുന്ന ഒരു ഗവൺമെൻറ് തന്നെ ഏർപ്പെടുത്തി. എന്നാൽ ഇവിടെ 30,000-ഓളം വരുന്ന ഒരു വലിയ ജനക്കൂട്ടം ഈ പുതിയ വ്യവസ്ഥകളെയും ഗവൺമെൻറ്റിനെയും ഒക്കെ ചോദ്യം ചെയ്തുകൊണ്ട് സർക്കാരിന് നേർക്ക് പടനയിച്ചു കൊണ്ടുവരികയുണ്ടായി. സർക്കാരിനാകട്ടെ ആ സമയം അവിടെ ഏതാണ്ട് 5000-ഓളം സൈനികർ മാത്രമേ പ്രതിരോധിക്കാനായി ഉണ്ടായിരുന്നുള്ളൂ. ഒപ്പം നിർണായകമായ ഒരു നായകൻ്റെ അഭാവവും അവിടെ നിലനിന്നിരുന്നു. അതോടെ എമർജൻസി മീറ്റിംഗ് വിളിച്ചു ചേർക്കപ്പെടുകയും പോൾ ബറാസ് പാരീസിലെ സൈന്യത്തിൻ്റെ സുപ്രീം കമാൻഡറായി തീരുമാനിക്കപ്പെടുകയുമുണ്ടായി. എങ്കിലും ഇദ്ദേഹം ഒരു സൈനികനൊന്നും ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു സാഹചര്യത്തിൽ നിർണായകമായ നീക്കങ്ങൾ നടത്താൻ കഴിവുള്ള നിലവിൽ പാരീസിലുള്ള ഉന്നത സൈനിക ഉദ്യോഗസ്ഥരെ ഗവൺമെൻറ് തേടിക്കൊണ്ടിരുന്നു. അവർ തേടിക്കൊണ്ടിരുന്ന ഓഫീസർമാരിൽ ഒരാളായിരുന്നു നെപ്പോളിയൻ ബോണപ്പാർട്ട്. ടുളോൺ കാലത്ത് തന്നെ ബറാസിന് നെപ്പോളിയനെ അറിയുകയും ചെയ്യാമായിരുന്നു. നെപ്പോളിയൻ്റെ സൈനിക മികവും ദൃഢനിശ്ചയവുമൊക്കെ അറിയുന്ന ബറാസ് ഉടൻ തന്നെ നെപ്പോളിയന് പാരീസ് ട്രൂപ്പിൻ്റെ നായകസ്ഥാനം ഏറ്റെടുക്കണമെന്നും കലാപകാരികളെ എങ്ങനെയെങ്കിലും തടയണമെന്ന നിർദ്ദേശവും അറിയിക്കുകയുണ്ടായി. ഇത് സ്വീകരിച്ച നെപ്പോളിയൻ അവിടെ ഉടൻ തന്നെ എത്തുകയും പ്രതിരോധ നിരകൾ സജ്ജമാക്കുകയും ചെയ്തു. ആക്രമണകാരികൾ എത്തിച്ചേരാൻ സാധ്യതയുള്ള എല്ലാ വഴികളിലും പീരങ്കികൾ കലാപകാരികളെ കാത്തുനിന്നു. ആർപ്പ് വിളികളോടെ എത്തിയ എതിരാളികൾ പീരങ്കിപ്പടയുടെ ആക്രമണത്തിൽ ചിതറിയോടുകയാണ് ഉണ്ടായത്. അങ്ങനെ കൺവെൻഷൻ നെപ്പോളിയൻ്റെ സമയോചിതമായ ഇടപെടലിൽ വീണ്ടും രക്ഷപ്പെടുകയുണ്ടായി എന്ന് പറയാം. അതോടെ നെപ്പോളിയൻ എന്ന പേര് ഫ്രഞ്ച് മേഖലകളിലും ഗവൺമെൻറ്റിലും നിറഞ്ഞു നിന്നു. സൈന്യത്തിൻ്റെ കമാൻഡർ ഇൻ ചീഫായി ബറാസ് തുടർന്നപ്പോൾ നെപ്പോളിയൻ സെക്കൻഡ് ഇൻ കമാൻഡായും മാറുകയുണ്ടായി. ബറാസ് 5 അംഗ ഡയറക്ടറിയിൽ അംഗമായതോടെ ഫ്രഞ്ച് ആഭ്യന്തര സേനയുടെ കമാൻഡർ ഇൻ ചീഫായും നെപ്പോളിയൻ മാറുകയുണ്ടായി. ഏതായാലും 1795 നടന്ന സംഭവങ്ങൾക്കിപ്പുറം നെപ്പോളിയൻ്റെ അഭൂതപൂർവമായ വളർച്ചയ്ക്കാണ് ആ ദേശം സാക്ഷ്യം വഹിച്ചത്. ഒരുപക്ഷെ നെപ്പോളിയൻ്റെ ചരിത്രം എന്ന് പറയുന്നത് പോലെ തന്നെ ഫ്രാൻസിൻ്റെ ചരിത്രം എന്ന നിലയിലും ഇതിനെ പറയാവുന്നതാണ്. അതായത് 1799 മുതൽ 1815 വരെ നെപ്പോളിയൻ എന്നാൽ ഫ്രാൻസ് ആയിരുന്നു എന്നത് തന്നെ.